ഓ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ 6 മണിക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഓനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പുള്ളി സോയിൽ സോയിലിനെ കുറിച്ചും പിന്നെ വേറെ എന്തൊക്കെയോ ഡാറ്റാസിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് അതൊക്കെ എഴുതിയെടുത്ത് നിങ്ങളുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 10 മണിയാകുമ്പോൾ ADAൻ്റെ ഓഫീസിലേക്ക് വരാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. പക്ഷെ നേരത്തെ എഴുന്നേറ്റ് പോലും ഇന്ന് വിളിച്ചു ചോദിച്ചു കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഇനി എന്തായാലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രെഡ് ആൻഡ് പീനട്ട് ബട്ടറാണ്. സോ എന്തായാലും അത് പോയി കഴിക്കട്ടെ. അതിന് ശേഷം വേണം നമുക്ക് ADAൻ്റെ ഓഫീസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ റെഡി ആയിട്ട് പോട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടോ. അപ്പോഴത്തേക്കും ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത ഒരു തിയേറ്റർ ഉണ്ട്. സോ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ തിയേറ്ററിൽ തങ്കലൻ സിനിമ ഓടുണ്ടെന്ന് പോസ്റ്റർ കണ്ടു. സോ അതെന്താവുന്ന അവസ്ഥ എന്നൊക്കെ പോയി നോക്കട്ടെ. സോ അതിന് വേണ്ടി പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സംഭവം കണ്ടോ, അവിടെയാണ് തിയേറ്റർ. എന്തായാലും പോയി നോക്കട്ടെ, ചോദിച്ചോക്കട്ടെ. ഗൈസ്, മുകളിലേക്ക് തങ്കലൻ്റെ പോസ്റ്റർ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴും ഷോ എന്തെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. സോ ഗൈസ്, നമ്മളങ്ങനെ പോയി ചോദിച്ചതിനിപ്പോൾ അവർ പറഞ്ഞത് 11 മണി, 2 മണി, 6 മണി, 9 മണിക്കൊക്കെയാണ് ഷോ ഉള്ളത്. സോ നമ്മൾ ചെന്നപ്പോൾ ഇപ്പോൾ ടൈം 8 മണി. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു 9 മണിക്ക് വന്നോളാൻ പറഞ്ഞു. അധികം ആളൊന്നുമില്ല, നിങ്ങൾ പോരെ, ടിക്കറ്റൊക്കെ ഞങ്ങൾക്ക് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞത്. സോ നോൺ AC തിയേറ്ററാണ്, പഴയ മോഡൽ തിയേറ്റർ. ചെയറാണെന്നാണ് പറയാനും കേട്ടത്. സോ എന്തായാലും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് പോകുമ്പോൾ എന്തായാലും കാണിച്ചാൽ. പിന്നെ നമുക്ക് രാത്രി ഡിന്നർ എന്ന് പറയുന്നത് ദോശയാണ്. നമ്മൾ ദോശ മേടിച്ച് കുറച്ച് ദിവസമായി നമുക്ക് ദോശ കഴിച്ചിട്ട്. സോ ഇന്ന് ദോശയാണ് കേട്ടോ. നമ്മളങ്ങനെ വന്ന് കുളിച്ച് റെഡിയായി ഡിന്നറും കഴിച്ച് നമ്മളിനി പടത്തിന് പോവാണ്. സോ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളതൊക്കെ നോക്കാൻ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചേക്കാണ്. സോ എന്തായാലും നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. എങ്ങനെയുണ്ടെന്നൊന്നും അറിയാൻ പാടില്ല. ലെറ്റ്സ് ഗോ ആൻഡ് സീ. പഴയ കാലത്തെ തിയേറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും പോയി നോക്കട്ടെ ഗൈസ് എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ 6 മണിക്ക് തുടങ്ങിയ പടം ഇതുവരെ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു. സീറ്റിൽ കാണുന്നതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. എന്തായാലും നോക്കട്ടെ. ഫ്രണ്ടിൽ തന്നെ തങ്കലൻ്റെ പോസ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ. സീൻ പോസ്റ്ററൊക്കെയാണ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. മിക്സഡ് റിവ്യൂ ആണ് കേട്ടത്. സോ എന്തായാലും നമുക്ക് പടം കാണാം. ചിയാൻ വിക്രമിന് വേണ്ടിയാണ് നമ്മൾ പടം കാണാൻ പോകുന്നത് അല്ലേ? ചിയാൻ വിക്രമിന് വേണ്ടിയിട്ട് പടം കാണാം. യെസ് ഗൈസ്, ചിയാൻ വിക്രം. ഗൈസ്, നമ്മളങ്ങനെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് കേട്ടോ ടിക്കറ്റ്. ഇതുപോലെയാണ് ടിക്കറ്റ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 120 ടിക്കറ്റിന്. എന്നിട്ട് കിട്ടണ ഒരു സെറ്റപ്പാണ് കേട്ടോ ഈ കാണുന്ന. ഇതുപോലത്തെ സീറ്റും ഈ തിയേറ്ററാണ് നമുക്ക് കിട്ടുന്നത്. സോ എന്തായാലും എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് പറയാം. സൗണ്ട് പുറത്തുനിന്ന് കേട്ടപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിക്ക് കിട്ടിയിരുന്നു. എന്തായാലും കണ്ടു നോക്കിയിട്ട് പറയാം. ഈ സീറ്റ് ഇങ്ങനെയൊക്കെ ആവണുണ്ട് കേട്ടോ. സെറ്റപ്പാണ്, വുഡിൻ്റെ സെറ്റപ്പാണ്. പക്ഷേ സീറ്റൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. നമ്മുടെ അവിടുത്തെ പോലത്തെ സെറ്റപ്പാണ്. അതെ, ഒരു കുഷ്യൻ്റെ കുറവുള്ളൂ ഗൈസ്. എന്തായാലും പടം തുടങ്ങാനായിട്ട് ഇനിയും 15 മിനിറ്റ്. അപ്പോൾ എത്ര പേരുണ്ട്? 1, 2, 3, 4 പേരുള്ളൂ. 4 പേര്. സോ എന്തായാലും വെയിറ്റ് ചെയ്യാൻ ഗൈസ്. തിയേറ്റർ ഗൈസ് എത്ര വലിപ്പമുണ്ട് സ്ക്രീൻ. കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റും. എന്താണെന്നുള്ളത് നമ്മൾ പ്ലേ ആകുമ്പോൾ നോക്കാം. ഗൈസ്, നമ്മളിരിക്കുന്നത് നേരെ ഫാനിൻ്റെ അടിയിൽ വന്നിരുന്നിരിക്കുകയാണ്. സോ ഇവിടെ എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. ഇങ്ങനെ ഇരിക്കാം. നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇരിക്കാം, കിടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് 2 റോ നമുക്ക്. അതെ, ഇത് ഫുള്ള് നമുക്ക്. ഈ തിയേറ്ററിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ബാക്കിലിരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ടിൽ പോയിരിക്കാം. പിന്നെ ചിയാൻ വിക്രം ഇങ്ങനെ 3D എഫക്റ്റിൽ കാണണമെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ പോയിരിക്കാം. അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരിക്കാം.
കാരണം തിയേറ്ററിൽ ഇപ്പോൾ ആകെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 13 പേരേ ഉള്ളൂ. ഇതാണെങ്കിൽ ഏകദേശം 100-ന് മുകളിൽ സീറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരുന്ന് പടം കാണാം, നമ്മളിഷ്ടം. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നു, കുറച്ച് നേരം അവിടെ ഇരിക്കുന്നു, നമ്മളിഷ്ടം പോലെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരിക്കാം. ഇത്രയും നേരമായിട്ട് പടം തുടങ്ങിയിട്ടില്ല. എത്ര ഇനി 5 മിനിറ്റ് ഉണ്ട് കേസ്. 9:15 പടം തുടങ്ങാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ എന്തായാലും പിക്ക് ചെയ്യാം. സോ ഗൈസ്, പടം ഇൻ്റർവെല്ലായപ്പോൾ നമ്മൾ പോപ്കോൺ മേടിക്കാൻ പുറത്തു പോയതാണ്. അവിടെ കടയൊക്കെ ഉണ്ട് കേട്ടോ പോപ്കോൺ മേടിക്കാൻ. സോ എന്തായാലും നമ്മളിനി ബാക്കിയാണ്. ഗൈസ്, നമ്മൾ പടം കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ പടം അടിപൊളി പടമാണ്. വിഷ്വൽസ് BGM ഒക്കെ തീപ്പൊരി BGM മാത്രമേ കേൾക്കുന്നുള്ളൂ. അതെ, BGM മാത്രം കേൾക്കണുള്ളൂ. ആ ലെവലിൽ സീൻസ് അതിനായിരുന്നു. പിന്നെ ഡയലോഗ്സ് എന്തായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയലോഗ്സ് എന്തോ കേൾക്കുന്നില്ല, ക്ലിയർ ആയിട്ട് കേൾക്കണില്ല. അത് എന്ന് ഡബിങ് ഇവിടുത്തെ മാത്രം കുഴപ്പമില്ല, എല്ലാ റിവ്യൂലും തന്നെ പറയും. അത് എല്ലാ റിവ്യൂലും പറയുന്നുണ്ട്. അത് മാത്രമായിരുന്നു പടത്തിന് പ്രശ്നം. പിന്നെ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്രീൻ നല്ല അടിപൊളി സ്ക്രീനാണ്, സൗണ്ടും അടിപൊളിയാണ്. കാരണം ചുറ്റും ഫുൾ സ്പീക്കേഴ്സാണ്. സീറ്റ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ 120 രൂപ മേടിച്ചത് മാത്രമേ കുഴപ്പമുള്ളൂ, ബാക്കിയെല്ലാം സെറ്റാണ്. സോ അങ്ങനെ നമ്മൾ പഴയ ഒരു തിയേറ്ററിൽ പോയി പടം കണ്ടെടുത്ത് തിരിച്ചു വരികയാണ്. കഴിച്ചിട്ട് ചെയ്താണ്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. സോ എന്തായാലും നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ റെഡി ഇറങ്ങിയിരിക്കുകയാണ്. സോ ബസ്സിൽ പോകണം. സോ എന്തായാലും നടന്ന് ബസ് സ്റ്റാൻഡ് വരെ പോകും. നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയത് ADAയുടെ ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കൊരു 2 കിലോമീറ്ററോളം നടക്കാണ്ട്. സോ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് ADAയുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡാറ്റ ബുക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ മേടിച്ച് നമ്മളത് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിൽ കൂടി നമ്മളെ കാളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബി പേടിച്ച് ഓടുകയാണ്. പോകണമെന്നുണ്ടോ കാളവണ്ടിയാണ് ഗൈസ്. ഇവിടെ നിറയെ കാളവണ്ടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അബിക്ക് കാളേനെ പേടിയായതുകൊണ്ട് സോ ഗൈസ്, ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് 2 കിലോമീറ്റർ നടന്ന് ബസ് കയറും. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. നടന്ന് തളർന്നപ്പോൾ നമ്മൾ അണ്ണൻ്റെ കടയിൽ കയറിയിട്ട് ജ്യൂസ് കുടിക്കാൻ പോകും. സോയ ചങ്ക്സ് മേടിച്ചു, പക്ഷെ അത് വെക്കാനായിട്ടുള്ള നമ്മുടെ സവാള നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോകാൻ. അപ്പോൾ ഈ ഒരു കടയിൽ നമുക്ക് സവാള മേടിക്കാം. നമ്മൾ സവാള മേടിച്ചതിന് മുമ്പ് പോയിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള അടിപൊളി സോയ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറുണ്ട്, പിന്നെ അബി പപ്പടം വറുത്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഇനി ലഞ്ച് ആയി ഗൈസ്. അപ്പോൾ ഇത്രയോടെ നമ്മത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഴയൊരു തിയേറ്ററിൽ വലിയ സിനിമ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ട് നമ്മൾ മാക്സിമം എല്ലാ സംഭവം എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസമായിട്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നാളെ ഒരു അടിപൊളി വ്ളോഗ് വരുന്നവരെ എല്ലാവർക്കും ബൈ.